ഹലോ, ഇന്ന് നമുക്കൊരു ഡ്രസ്ലേച്ചേഴ്സ് കേക്കാണ് കേട്ടോ ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്കിത് വെറ്റ് ചെയ്യാനുള്ള സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു സിറപ്പിന് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് മിഠായി മേറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് മിഠായി മേറ്റ് വേണമെങ്കിൽ മിഠായി മേറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് രണ്ടും യൂസ് ചെയ്തിട്ട് ഒരേപോലെയാണ് തോന്നിയത്, പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, പിന്നെ ഈ ഒരു കപ്പിൽ തന്നെ നമ്മളൊരു കപ്പ് പാല്, അതുപോലെ തന്നെ ഈ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഈ വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്യാണ്ട കേട്ടോ, ബീറ്റ് ചെയ്യാണ്ടെയാണ് വിപ്പിംഗ് ക്രീം വേണ്ടത്. അങ്ങനെ നമ്മളിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു ഇതിലാണ് വേണ്ടത്. അല്ലാണ്ട് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീം അല്ലാണ്ട് ചേർക്കേണ്ടത്, ബീറ്റ് ചെയ്യാത്തതാണ് ചേർക്കേണ്ടത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മൾ ഇതിലോട്ട് നോർമൽ വാനില സ്പോഞ്ചാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ നോർമൽ സ്പഞ്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്പഞ്ചിലോട്ട് ഇതിൻ്റെ ഈ കേക്കിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ചേർക്കുന്ന ഫില്ലിങ്സും അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ സിറപ്പുമാണ് ഇതിന് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഈ ഒരു സിറപ്പ് മൊത്തം നമ്മളെടുത്ത സിറപ്പ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു കേക്കിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അല്ലാണ്ട് നമ്മളിത് ബാക്കിയായി എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കരുത്. എത്ര സിറപ്പാണ് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്, കാരണം നമ്മൾ ടോട്ടൽ എത്രയാണ് എടുത്തിരിക്കുന്നത്, 1.5 കപ്പ് സിറപ്പ് എടുത്തിട്ടുണ്ട്. ആ 1.5 കപ്പ് സിറപ്പും നമ്മൾ എന്ത് ചെയ്യണം, ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അതായത് വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ഈ ഒരു പാലും കൂടിയിട്ടുള്ള ഈ സിറപ്പ് കംപ്ലീറ്റ് നമ്മൾ 1 കിലോ കേക്കിൻ്റെ മെഷർമെൻറ്റാണത്. ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ കേക്കിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അല്ല മെഷർമെൻറ്റ് കുറവ് വന്നു കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് അതിനനുസരിച്ച് കുറയും കേട്ടോ. കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ചെറിയൊരു നമുക്കിങ്ങനെ കേക്ക് പീസായി കിട്ടാണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കണം. നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ബീറ്റ് ചെയ്യുമ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ലെയർ ചെയ്യുമ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പരമാവധി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഇതേപോലെ പിസ്ത ചതച്ചെടുത്തതാണ്. പൊടിക്കരുത്, ചതച്ചെടുക്കണം. കാരണം പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കടിക്കാനായിട്ട് കിട്ടില്ല. കടിക്കാനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചതച്ചെടുക്കണം കേട്ടോ. എടുത്തിട്ട് നമ്മൾ ഈ ഒരു പിസ്തയുടെ മുകളിലൂടെയും എന്ത് ചെയ്യണം, മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ലെയേഴ്സിലും ചെയ്യണം. ഇതേപോലെ തന്നെ പരമാവധി നിങ്ങൾ മിൽക്ക് മെയ്ഡും അതുപോലെ പിസ്തയും സെറ്റാക്കി ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ സെക്കൻഡ് ലെയർ വെച്ചു. സെക്കൻഡ് ലെയർ വെച്ചിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, വിപ്പിംഗ് ക്രീമും സിറപ്പും എല്ലാം ആഡ് ചെയ്തിട്ട് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞത് മറക്കരുത്, ഈ ഒരു സിറപ്പ് എന്ത് ചെയ്യണം, നമ്മൾ നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കണം കേക്കിൽ, എന്നാലാണ് കേക്കിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കേക്ക് നമ്മൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പം തന്നെ തണുക്കാണ്ട് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ കേക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് മിൽക്കിൻ്റെയും ആ ഒരു ടേസ്റ്റ് എടുത്തിട്ട് നമുക്കൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കേണ്ട ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. അത് നിർബന്ധമാണ് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണമെന്ന്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഓവർനൈറ്റ് വെച്ച് കഴിക്കുമ്പോഴാണ് ഒരുവിധം എല്ലാ കേക്ക്സിനും ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു കേക്ക് സ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് ലെയറിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ ഇനി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എനിക്കിത് വൈകിട്ടത്തേക്ക് ഉള്ള ഓർഡറാണ്, അതായത് വൈകിട്ട് 6 മണിക്ക് കൊടുക്കേണ്ട ഓർഡറായിരുന്നു. അപ്പോൾ ഞാൻ തലേ ദിവസം കേക്ക് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിന്നെ എന്താ പറയുക, ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫുൾ കോട്ടിങ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്ലേച്ചേഴ്സ് കേക്ക് ചെയ്യുമ്പോൾ പരമാവധി കളേഴ്സ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേക്കിൽ നമ്മൾ കളേഴ്സ് ആഡ് ചെയ്യുന്നത് അത്ര എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടില്ല. കാരണം കളർ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിൽ ചെറിയ ഡിഫറൻസ് വരും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് ഈ ഒരു കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ തന്നെ കഴിക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കളറൊന്നും ആഡ് ചെയ്യാത്തൊരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ.
നമ്മൾ ഫുൾ കോട്ടിങ് ചെയ്തെടുക്കുകയാണ്. കോട്ടിങ് ചെയ്യുമ്പോഴല്ലോ നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടാനും അതുപോലെ നമുക്ക് എന്താ പറയുക സൈഡൊക്കെ നല്ല നീറ്റായി കിട്ടാനും ഇതുപോലെ ഒരു കാർഡ് വെച്ചിട്ട് നിങ്ങൾ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു നീറ്റായിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഷാർപ്പ് എഡ്ജിലും അങ്ങനെ തന്നെ ചെയ്യാം നമ്മൾ. അപ്പോൾ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് കേക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പ്രത്യേകിച്ച് കളറോ കാര്യങ്ങളോ ഒന്നും അടയാത്ത ഡിസൈനാണ്. ഞാൻ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇതിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഞാനിങ്ങനെ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. ജസ്റ്റ് നമ്മൾ സെൻറ്ററിൽ നൈഫ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു നോസിലാണ്, ഷെൽ നോസിൽ എന്നാണ് ഈ ഒരു നോസിലിൻ്റെ പേര്. ഈ നോസിൽ വെച്ചിട്ടാണ് നമ്മൾ സൈഡിൽ കൂടെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നത്. ഫ്ലവർ അല്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഫ്ലവർ എന്നതിന് പറയാൻ പറ്റില്ലല്ലോ. ഈ ഒരു ഷെൽ നോസിൽ വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്തേക്കുന്ന ഒരു ഡിസൈനാണ്. ഇതും ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. കണ്ടില്ല, ആദ്യം നമ്മൾ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക, അങ്ങോട്ട് വെച്ച് കൊടുക്കുക, അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡിസൈൻ കിട്ടും. നല്ല സിമ്പിളാണ് ചെയ്യാനായിട്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ ഒരു സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈനില്ലേ പാലറ്റ് നൈഫ് വെച്ചിട്ട്, അത് നമ്മൾ ജസ്റ്റ് പാലറ്റ് നൈഫ് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ടേൺ ടേബിൾ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു നൈഫ് ഇങ്ങനെ തിരിഞ്ഞ് വരും. അപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ രണ്ടാമത് അതിൻ്റെ മേലേക്ക് പോകേണ്ട ആവശ്യമില്ല, കറക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. നമുക്കിതിൻ്റെ സെൻറ്ററിലൊക്കെ കുറച്ച് പിസ്ത ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു നമ്മൾ കൊടുത്ത ഡിസൈനിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ബോൾസ്, ഗോൾഡൻ ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗോൾഡൻ ബോൾസും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോൾസൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ പണികളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കല്ല, ആ സ്റ്റിക്കാണത്. അതിൻ്റെ ഞാൻ ആ ഒരു സ്റ്റിക്കിൻ്റെ ആ ഒരു സംഭവമില്ല, അത് പൊട്ടിച്ചിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുക കേട്ടോ. എനിക്കിങ്ങനെ കേക്കിൽ ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് 1,383 ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg ആണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.